അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തുഹു. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ നിന്നും റുക്കിയ ഉമ്മാനെ കാണാതായിട്ട് ഇന്നത്തേക്ക് 13 ദിവസം കഴിഞ്ഞു. ഇന്ന് 4/7/2024 വ്യാഴാഴ്ച. റുക്കിയ ഉമ്മയുമായി ബന്ധപ്പെട്ട് വല്ല വിവരവും കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടി റുക്കിയ ഉമ്മയുടെ മകനായ യാസറിനെ ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. യാസറിൽ നിന്നും കുറച്ച് വിവരങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് യാസറിൻ്റെ സംസാരത്തിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. യാസറല്ലേ? ഞാൻ കുറച്ച് മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമ്മാടെ ഇപ്പോഴത്തെ അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പൊ എന്തായി ഇപ്പൊ കാര്യങ്ങളൊക്കെ എന്തായി? കാര്യങ്ങൾ എന്തായാലും പറയാനാ ഇവിടെ സൗണ്ട് ആയിട്ട് ഇങ്ങനെ കേൾക്കണില്ല. എന്തൊക്കെ ഉമ്മയുടെ വിവരം വല്ലതും അറിഞ്ഞോ? ഇപ്പൊ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ മഞ്ചേരിന്ന് ഒരു ഫോട്ടോ വിട്ടു, അതും അല്ല. പിന്നെ ഏർവാടിയില് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ കണ്ടെന്ന്, അതേപോലെ ഒരാളെന്നൊക്കെ പറഞ്ഞിന്. അതിന് അവിടെ ആളാക്കിയിട്ടുണ്ട്, രണ്ടാളെ നോക്കാൻ വേണ്ടി അവിടെ ഉണ്ട് ഓൾറെഡി. അവിടെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അവരിതുവരെ വിവരം ഒന്നും തന്നിട്ടില്ല. ഓക്കെ. പിന്നെ ഇന്നലെ ഇപ്പൊ ഞങ്ങള് എസ്പിന്റെ അടുത്ത് പരാതി കൊടുക്കാൻ പോയിരുന്നു. കാരണം ഒന്ന് പോലീസിന്റെ ഒന്ന് സ്പീഡാവാൻ വേണ്ടി. ഇപ്പൊ പോലീസിന്റെ ഇതിലൊക്കെ ഇപ്പൊ ഇനി കണ്ടെത്താൻ പറ്റുള്ളൂ. അതെ, നമ്മള് ഇവിടെ അടുത്തൊന്നും ഇല്ലല്ലോ ആള്. അതെ. പിന്നെ വണ്ടിയിൽ പോയതാണെങ്കിൽ CCTVയിലൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് അന്വേഷിച്ചിരുന്നാ? തിരുവനന്തപുരത്ത് ഒന്നും അതല്ല അന്വേഷിച്ചിരുന്നാ? അതെ, ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കമന്റുകൾ കണ്ടിരുന്നു, ഇങ്ങനെ തിരുവനന്തപുരത്തും ഒക്കെ അന്വേഷിച്ചാൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഒരുപാട് പേരെങ്ങനെ മിസ്സിംഗ് ആയവരൊക്കെ തിരുവനന്തപുരത്ത് ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ അയച്ചു തരുന്ന ഫോട്ടോസ് ഒന്നും ഉമ്മാന്റെതല്ല. അപ്പൊ പിന്നെ നമ്മള് അന്വേഷിച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ലാത്തത് പോയി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ. അതേപോലെ കൊയിലാണ്ടിന്ന് ഒരു ഫോട്ടോ വിട്ടുതന്നിരുന്നു. കൊയിലാണ്ടിന്ന്. ഓക്കെ. പിന്നെ അതേപോലെ ഞങ്ങളവിടെ അടുത്ത് തന്നെ തെയ്യാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ CCTVയില് വൈകുന്നേരം ഒരു സ്ത്രീ ഇങ്ങനെ ഡ്രസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. ഇങ്ങനെ സ്വയം എടുക്കാൻ കഴിയാഞ്ഞിട്ട് ഒരാളിങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫോട്ടോ. പക്ഷെ അതൊന്നും ഉമ്മല്ല. അല്ല. അപ്പൊ എവിടെ പോയിന്ന് ഇപ്പോഴും ഒരു ദുരൂഹമായിട്ട് ഇങ്ങനെ നിക്കണം. ഇപ്പോഴും ഉമ്മാനെ കാണാത്ത ഒരു രൂപത്തിൽ തന്നെയാണ്. കണ്ടിട്ടില്ല ഇതുവരെ. മറ്റുള്ള മക്കളൊക്കെ എന്ത് പറയുന്നു? മറ്റുള്ള മക്കളൊക്കെ എന്ത് പറയുന്നു ചോദിക്കണേ, ഈ ഉമ്മാനെ കാണാൻ. എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. എങ്ങനെങ്കിലും ഉമ്മാനെ കണ്ടെത്തി കിട്ടണം, അങ്ങനത്തെ ഒരു ആഗ്രഹത്തിലാണ് എല്ലാവരും ഉള്ളത് അല്ലേ? കാരണം അതൊരു ഉമ്മ എങ്ങോട്ടാ പോയതെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. ഇല്ലില്ല. അതുകൊണ്ടാണ്. അല്ല, ഉമ്മക്ക് കുടുംബത്തിലൊന്നും ഉമ്മ ചെന്നിട്ടുമില്ല. കുടുംബത്തിലെവിടെയും ചെന്നിട്ടില്ല. വിളിച്ചു പോയി സ്ഥലത്തിന്റെ പേരൊക്കെ പറയാൻ ഉമ്മാക്ക് അറിയോ? വേങ്ങര, അങ്ങനെ ഓരോ സ്ഥലങ്ങളും. ഉമ്മാന്റെ നാട് വേങ്ങരയാണ്. പക്ഷെ അവിടേക്കൊന്നും ഉമ്മ ചെന്നിട്ടില്ല. പിന്നെ ഉമ്മക്ക് ഓർമ്മക്കുറവ് അങ്ങനെ ഉണ്ടാ? എങ്ങനെ? അല്ല, ഇപ്പം മറ്റേ പാർക്കിൻസൺസ് അസുഖം ഉള്ളത് കൊണ്ട് ഓർമ്മക്കുറവ് നല്ല രീതിയിലുണ്ടാ? നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ട്. പഴയ കാര്യങ്ങളെ, പിന്നെ പഴയ ആൾക്കാരെ ഒക്കെ എല്ലാം തിരിച്ചറിയും. ഇപ്പൊ ഇങ്ങനെ ഇമ്മ ഒരു വേറൊരു ലോകം, ഉമ്മാന്റേതായിട്ടുള്ള ഒരു ലോകത്താണ്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ അതിങ്ങനെ നമ്മൾ കാണാത്ത ആൾക്കാരൊക്കെ കണ്ണില് കാണും. നമുക്ക് കാണൂല, പക്ഷെ ഉമ്മാക്ക് കാണുന്നുണ്ട്. അത് പിന്നെ ഡോക്ടർ പറയാ രോഗത്തിന്റെ ഈ തലച്ചോറ് ചുരുങ്ങാണ്. അപ്പൊ അറിവുകളൊന്നും ശരിക്കും ക്ലിയർ ആവില്ല, മാറി മറിഞ്ഞു. അതെ. പോലീസുകാരെന്ത് പറയുന്നു? പോലീസുകാരും ഒരു അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള ഇതിലാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു തെളിവ്, ഒരു ചെറിയതായിട്ടുള്ള ഒരു തുമ്പ് കിട്ടിയാലല്ലോ അവർക്ക് അങ്ങനെ നീങ്ങാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ ഇൻഷാ അല്ലാ ശരിട്ടാ. ഇപ്പൊ കിട്ടണമെങ്കിൽ ഞാൻ അറിയിക്കട്ടാ. എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും.